ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് സെഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിന്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൂളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാമെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡൻറ്റോട് കൂടി ഇംഗ്ലീഷിലെ ചെറിയ സെന്റൻസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്കിവിടെ കൊടുത്തേക്കുന്ന ഇംഗ്ലീഷ് സെന്റൻസിന്റെ ബേസ് റൂൾസും ഡിഫറൻസും ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ആദ്യത്തെ സെന്റൻസ്, അവൾക്ക് ഇംഗ്ലീഷ് അറിയാം. ഷീ നോസ് ഇംഗ്ലീഷ്. ഒരു സെന്റൻസ് കൂടെ മനസ്സിലാക്കാം, എങ്കിലേ അതിന്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഐ നോ ഇംഗ്ലീഷ്. ഇവിടെ അവൾക്ക് എനിക്ക് എന്നുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും, വേർഡിന്റെ ഡിഫറൻസ്. എന്നാൽ അത് കഴിഞ്ഞ് കൊടുത്തേക്കുന്ന ഇംഗ്ലീഷ് അറിയാമെന്ന് രണ്ട് സെന്റൻസിലും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഇംഗ്ലീഷ് വന്നപ്പോൾ ഷീ നോസ് ഇംഗ്ലീഷ്, ഐ നോ ഇംഗ്ലീഷ്. നോ എന്ന് വെച്ചാൽ അറിയുക എന്നാണ്. അവിടെ ഷീ കഴിഞ്ഞ് നോസ് എന്നാണ് വന്നേക്കുന്നത്, ഐ കഴിഞ്ഞ് നോ എന്നാണ് വന്നേക്കുന്നത്. ഇതാണ് നമുക്ക് റൂൾസ് മനസ്സിലാക്കാനുള്ളത്. ഷീ, ഹി, ഇറ്റ്, അതായത് അവൾ, അവൻ, ഇത് അല്ലെങ്കിൽ അത്. പിന്നെ സിംഗുലർ നൗൺ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു ആനിമലിനെ പറ്റി പറയുക. അവിടെയൊക്കെ നമ്മൾ ചേർക്കുന്നത് വേർബിന്റെ എസോ ഇഎസോ ചേർന്ന ഫോമാണ്. നമുക്ക് നോക്കാം. ഷീ നോസ് ഇംഗ്ലീഷ്, ഹി നോസ് ഇംഗ്ലീഷ്. ഒരു സിംഗുലർ നെയിം എടുക്കാം, ജെറി എന്ന് എടുക്കാം. ജെറി നോസ് ഇംഗ്ലീഷ്. ഒരു ആനിമലിനെ പറ്റി പറയാം, ഡോഗ് ബാർക്സ്. ഡോഗ് എന്ന് വെക്കുമ്പോൾ ഒരു നായ, ബാർക്സ് കുരയ്ക്കുന്നു, നായ കുരയ്ക്കുന്നു. ഡോഗ് ബാർക്സ്, അവിടെ ബാർക്കിൻ്റെ കൂടെ എസൂടെ ചേർന്നാണ് വന്നിരിക്കുന്നത്, ഡോഗ് ബാർക്സ്. അതുപോലെ ഇറ്റ് ചേർത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാം. ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഇത് മനോഹരമായി കാണുന്നു അല്ലെ മനോഹരമായി തോന്നുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ഷീ, ഹി, ഇറ്റ് ആൻഡ് എനി സിംഗുലർ നെയിം അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമലിന്റെ നെയിം ഒക്കെ വന്നാൽ അതിൻ്റെ കൂടെ ഒരു വ്യക്തിയുടെയോ ഒരു ആനിമലിൻ്റെയോ അല്ലെങ്കിൽ ഷീ, ഹി, ഇറ്റ്, ഇത് മൂന്ന് കാര്യങ്ങളോ വന്നാൽ അതിൻ്റെ കൂടെ എപ്പോഴും വേർബ് എസോ ഇഎസോ ചേർത്താണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു റൂൾ മനസ്സിലായല്ലോ. അടുത്ത നോക്കാം. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഐ നോ ഇംഗ്ലീഷ്. ഐയുടെ കൂടെ നോ എന്നാണ് വന്നേക്കുന്നത്, എസോ ഇഎസോ ചേർന്നിട്ടില്ല. ബേസ് വേർബ് മാത്രമാണ് അവിടെ വന്നേക്കുന്നത്, സിമ്പിൾ വേർബ്. ഐ, യു, വി, ദേ, അതല്ലെങ്കിൽ എനി പ്ലൂറൽ നൗൺ. ഇത്രയും കാര്യങ്ങളുടെ കൂടെ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള വേർബാണ് വരുന്നത്, അതിൻ്റെ കൂടെ എസോ ഇഎസോ ചേരത്തില്ല. ഐ, ഞാൻ, യു, നീ, വി, നമ്മൾ, ദേ, അവര്, അതല്ലെങ്കിൽ എനി പ്ലൂറൽ നൗൺ. എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, ചിൽഡ്രൻ. ഇതിൻ്റെ ഒക്കെ കൂടെ എസോ ഇഎസോ ചേരതാണ് വേർബ് യൂസ് ചെയ്യുന്നത് ബേസ് ഇംഗ്ലീഷിൽ. നമുക്കപ്പോൾ അതൊന്ന് പറയാം. ഐ നോ ഇംഗ്ലീഷ്, യു നോ ഇംഗ്ലീഷ്, വി നോ ഇംഗ്ലീഷ്, ദേ നോ ഇംഗ്ലീഷ്. പ്ലൂറലായിട്ട് നമുക്ക് ചിൽഡ്രൻ എന്നെടുക്കാം, ചിൽഡ്രൻ നോ ഇംഗ്ലീഷ്. നമ്മൾ ഡോഗ് ബാർക്സ് എന്ന് പഠിച്ചു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഡോഗ്സ് ബാർക്ക്, നായകൾ കുരയ്ക്കുന്നു. ഇവിടെ ഡോഗ്സ് എന്നുള്ളത് പ്ലൂറലാണ്, ബാർക്ക് അതുകൊണ്ട് എസ് ചേരാതെയോ ഇ എസ് ചേരാതാണ് അവിടെ വേർബ് വന്നിരിക്കുന്നത്, ഡോഗ്സ് ബാർക്ക്. ഈ ഒരു റൂളും മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് ബേസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു റൂൾ, നമുക്ക് ബേസിക് ഇംഗ്ലീഷിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു റൂള്. അടുത്ത നമുക്ക് എങ്ങനെയാണ് ഡസ് ആൻഡ് ഡു യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം, ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ വേണ്ടി. അവൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഡസ് ഷീ നോ ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഡു ദേ നോ ഇംഗ്ലീഷ്. ഇത് ഡസ് എന്ന് വന്ന കാരണം വേർബിനോട് എസോ ഇഎസോ ചേർന്നിട്ടില്ല. ഡസ് ഷീ നോ ഇംഗ്ലീഷ് എന്നേ വന്നിട്ടുള്ളൂ. നമ്മൾ ഷീ കഴിഞ്ഞ് അല്ലെങ്കിൽ ഹി കഴിഞ്ഞ് വേർബിനോട് എസ് ചേരുമെന്ന് പഠിച്ചു. എന്നാൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ അവിടെ ഡസ് എന്ന് വന്ന കാരണം ഇഎസ്, ഡൂവിൻ്റെ കൂടി ഇഎസ് യൂസ് ചെയ്ത കാരണം ഷീയോ ഹിയോ അല്ലെങ്കിൽ ഒരു നെയിമോ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ വേർബിന് എസോ ഇഎസോ ചേരത്തില്ല. എക്സാമ്പിൾ മനസ്സിലാക്കാം. ഡസ് ഷീ നോ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്. ഡസ് ഹി നോ ഇംഗ്ലീഷ്, ഡസ് ജെറി നോ ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് അവിടെ വരുന്നത്. അടുത്തത് ഡു ദേ നോ ഇംഗ്ലീഷ്. അവിടെ പ്ലൂറലാണ്, നേരത്തെയും എസ് വി എസും ഇല്ല, ഇപ്പോൾ ഡു ചേർന്നപ്പോഴും ഇല്ല. ഡു ദേ നോ ഇംഗ്ലീഷ്, ഡു വി നോ ഇംഗ്ലീഷ്, ഡു ഐ നോ ഇംഗ്ലീഷ്, ഡു യു നോ ഇംഗ്ലീഷ്. ഇവിടെ എങ്ങും എസോ ഇഎസോ ചേർത്തില്ല. ഇങ്ങനെയാണ് ഡസും ഡൂവും ചേർത്ത് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത്.
ഈ ഒരു റൂളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹാബിറ്റ് സൂചിപ്പിക്കാനോ അതല്ലെങ്കിൽ ഒരു ജനറൽ എബിലിറ്റിയെ പറ്റി പറയുമ്പോഴോ ആണ്, അല്ലെങ്കിൽ ഒരു റെഗുലറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ബേസ് ഇംഗ്ലീഷ് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ സംസാരിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.